Now we are going to the next section of microeconomics, that is known as central problems of an economy. അതായത് ഒരു സമ്പദ്വ്യവസ്ഥയുടെ കേന്ദ്രീകൃത പ്രശ്നങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന ഫസ്റ്റ് ചാപ്റ്ററിന്റെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത്. സോ പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ നോൺ ആസ് basic economic activities. When an economy engages in this basic activity, there arises the problem of scarcity of resources. It is due to the scarcity of resources the problem of choice arises. അതായത് നമ്മൾ പറഞ്ഞ പോലെ ഉൽപാദനം, ഉപഭോഗം, വിതരണം, സാധന സേവനങ്ങളുടെ കൈമാറ്റം, ഇതൊക്കെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള സാമ്പത്തിക പ്രവൃത്തി അല്ലെ പ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴത്തേക്കുമാണ് അവിടെ ദൗർലഭ്യം അനുഭവപ്പെടുക, വിഭവങ്ങളുടെ ദൗർലഭ്യം അനുഭവപ്പെടുക. ആ വിഭവ ദൗർലഭ്യം കാരണമാണ് പ്രോബ്ലം ഓഫ് ചോയ്സ്, അല്ലെങ്കിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതെന്നാണ് പറയുന്നത്. ഒന്നുകൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ റിസോഴ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തിലെ എല്ലാ വിഭവങ്ങളെയുമാണ്. ഒരു രാജ്യത്തിലെ റിവേഴ്സ് മീൻസ് പുഴകൾ വിഭവങ്ങളായിട്ട് നമുക്ക് പറയാം. മിനറൽസ്, ഗോൾഡിൻ്റെയും അതുപോലുള്ള മറ്റു പല മിനറൽസ് ഒക്കെ ഉണ്ട്, അതൊക്കെ വിഭവങ്ങളാണ്. ഫോറസ്റ്റ് ഒരു രാജ്യത്തെ വിഭവങ്ങളാണ്, അല്ലെ വിഭവമാണ്. അപ്പം അതുപോലെ തന്നെ ജനങ്ങൾ, ഹ്യൂമൻ ക്യാപിറ്റൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. ക്യാപിറ്റലും പഠിച്ചു, ഹ്യൂമൻ ക്യാപിറ്റലും പഠിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ റോഡ്സ്, ബ്രിഡ്ജസ്, മനുഷ്യൻ, ഇതൊക്കെ ഒരു രാജ്യത്തിലെ റിസോഴ്സസ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓർക്കുക, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സ്കിൽഡ് ആയിട്ടുള്ള, അതുപോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ലേബർ ആണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് നമ്മൾ പഠിച്ചത്. ഒരു രാജ്യത്തിലെ ഹ്യൂമൻ ക്യാപിറ്റലും ഫോറസ്റ്റും പുഴകളും മിനറൽസും എല്ലാം തന്നെ ഒരു രാജ്യത്തെ റിസോഴ്സസ് എന്ന് പറയുന്നത്. ആ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്കറിയാം, ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ മെഷീനറി, ഇതൊക്കെ ഇങ്ങനെയുള്ള ലാൻഡും ലേബറും ക്യാപിറ്റലും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷെ ഈ റിസോഴ്സസ് എല്ലാ രാജ്യങ്ങൾക്കും ലിമിറ്റഡ് ആണ്. ചില രാജ്യങ്ങൾക്ക് കൂടുതൽ റിസോഴ്സസ് കണ്ടേക്കാം, ചില രാജ്യങ്ങൾക്ക് റിസോഴ്സ് കുറവായിരിക്കാം. പക്ഷെ അതിനൊരു പരിധിയുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ റിസോഴ്സസിന്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് ദേശീയ വരുമാനം എടുക്കാമെന്ന് കണക്കാക്കുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയങ്ങളിൽ 40s അല്ലെങ്കിൽ 840s ഇന്ത്യയിൽ പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഇതൊക്കെ വളരെ രൂക്ഷമായിരുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ വർഷങ്ങളിൽ ഏർലി 50s നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരുന്നത് അടിസ്ഥാന വസ്തുക്കളായിട്ടുള്ള ഭക്ഷണത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ പഠിച്ച കാര്യം ഓർക്കുന്നുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ അന്ന് ഫുഡ് ഐറ്റംസിന്റെ പ്രൊഡക്ഷന് അല്ലെങ്കിൽ ഇമ്പോർട്ടിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്? കാരണം നമ്മുടെ റിസോഴ്സസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം അഥവാ GDP എന്ന് പറയുന്നത് അന്ന് കുറവായിരുന്നു. അതിന് കാരണം ഇന്ത്യയിൽ ഉൽപ്പാദനം കുറവായിരുന്നു, ജനങ്ങൾ കൊടിയ ദാരിദ്ര്യത്തിലായിരുന്നു, തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിരുന്നു, പാർട്ടീഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഉണ്ടായ കലാപങ്ങൾ, അജിറ്റേഷൻസ്, അതുപോലെ തന്നെ 48 പാകിസ്ഥാനുമായിട്ടുള്ള ചെറിയൊരു സൈനിക നടപടിയൊക്കെ ഉണ്ടായി. ഇതെല്ലാം കാരണം ഇന്ത്യയിൽ ഉൽപാദനം കുറഞ്ഞു, തൊഴിലില്ലായ്മ രൂക്ഷമായി, ഇന്ത്യൻ ഗവൺമെന്റിന്റെ ദേശീയ വരുമാനം അഥവാ ഇന്ത്യയുടെ വരുമാനം എന്ന് പറഞ്ഞ് കുറഞ്ഞു. അതുകൊണ്ട് ധാരാളം ആൾക്കാർക്ക് ഭക്ഷ്യവസ്തുക്കളോ തൊഴിലോ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല, വിദ്യാഭ്യാസം ഒന്നും എല്ലാ ആൾക്കാർക്കും ലഭ്യമായില്ല എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞത് ഇന്ത്യയുടെ ദേശീയ വരുമാനം അന്ന് കുറവായിരുന്നു. ആ കുറഞ്ഞ അല്ലെ ലിമിറ്റഡ് ആയിട്ടുള്ള ദേശീയ വരുമാനം ഇന്ത്യ ഉപയോഗിച്ചത് പ്രധാനമായിട്ടും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ ആഹാരം ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്ന് ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ വരുമാനം കുറവായിരുന്നു. പിന്നെ പല കാരണങ്ങളുണ്ട്. വരുമാനം കുറവായതുകൊണ്ടായി ലഭ്യമായിട്ടുള്ള വരുമാനം ഇന്ത്യൻ ഗവൺമെന്റ് വിനിയോഗിച്ചത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പട്ടിണി കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുത്ത 50കളിൽ. ഇപ്പൊ നമ്മൾ കണ്ട കാര്യം ഇതാണ്.
എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കണമെന്നുണ്ടെങ്കിൽ വിഭവങ്ങൾ വേണം. ആ വിഭവങ്ങളുടെ ദൗർലഭ്യം അല്ലെങ്കിൽ വരുമാനത്തിന്റെ കുറവ് എന്ന് പറയുന്നത് എന്തിലേക്ക് നയിക്കും? പ്രോബ്ലം ഓഫ് ചോയ്സിലേക്ക് നയിക്കും. ഇന്ത്യയുടെ വരുമാനം 50s അല്ലെങ്കിൽ 40s കുറവായിരുന്നു. ആ കുറഞ്ഞ വരുമാനം ഇന്ത്യ ചെലവഴിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇന്ത്യയുടെ വരുമാനം കുറവായതുകൊണ്ട് ഇന്ത്യക്ക് ധാരാളം ആവശ്യങ്ങളൊന്നുണ്ട്. ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യണം, പാകിസ്ഥാൻ പോലെ പ്രശ്നങ്ങളുടെ ആയുധങ്ങൾ ഇന്ത്യക്ക് വേണമായിരുന്നു. തൊഴിലില്ലായ്മ രൂക്ഷമാണ്, ആൾക്കാരുടെ ആരോഗ്യം മോശമാണ്, റോഡുകളില്ല, റെയിൽവേ സൗകര്യങ്ങൾ വളരെ മോശമാണ്. പക്ഷെ ഇതെല്ലാം ഒരേ സമയം അന്ന് നമുക്ക് അല്ല നമ്മുടെ ഗവൺമെന്റിന് സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം വരുമാനം കുറവാണ്. ആ കുറഞ്ഞ വരുമാനം ഗവൺമെന്റ് എന്തിനു വേണ്ടി വിനിയോഗിച്ചു? ജനങ്ങളുടെ ആഹാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പട്ടിണി മാറ്റാനാണ് വിനിയോഗിച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞതാണ് സ്കേസിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത് വരുമാനം കുറവാണ്. പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഗവൺമെന്റിന് വരുമാനം കുറവാണ്. ആ കുറഞ്ഞ വരുമാനം നമ്മൾ എന്തിനു വേണ്ടി വിനിയോഗിക്കണം എന്നുള്ളത് എന്ത് ചെയ്യണം? ചൂസ് ചെയ്യും, അല്ലെ പ്രിഫർ ചെയ്യും. എന്താണ് ആദ്യം വേണ്ടതെന്നുള്ളത്. ആയുധമാണ് ആദ്യം മേടിക്കേണ്ടത്, അത് ഫുഡ് ഐറ്റംസ് ആണ്. അതാണ് നമ്മൾ പറയുന്നത് സ്കേസിറ്റി ഓഫ് റിസോഴ്സസ് ലീഡ്സ് ടു ദ പ്രോബ്ലം ഓഫ് ചോയ്സ് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. സോ an economy has limited resources which have alternative uses. While allocating these scarce resources, an economy has to answer the following questions. അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് അഥവാ വരുമാനം വിനിയോഗിക്കുമ്പോഴത്തേക്കും അതിന് പല ഉപയോഗം ഉണ്ടാവും. റിസോഴ്സസിന് അല്ലെ വരുമാനത്തിന് ലിമിറ്റഡ് ആയിട്ടുള്ള വരുമാനം അഥവാ റിസോഴ്സസ് ഒരു എക്കോണമി ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കണം, അല്ലെ ശ്രദ്ധിക്കണം? ലിമിറ്റഡ് ആയിട്ടുള്ള വരുമാനമാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് നമ്മൾ ചിന്തിക്കും. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്ന സമയത്ത് എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ അന്ന് ഇന്ത്യ ഫേസ് ചെയ്ത പ്രശ്നം ഇതാണ്. ഇന്ത്യക്ക് ആയുധങ്ങൾ വേണം, തോക്ക് വേണം, ബോംബ് വേണം, ആംസ് അമ്യൂണിഷൻസ് ടാങ്ക്സ് ഒക്കെ വേണം, ഫുഡ് വേണം, ഹെൽത്ത് മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ വേണം. പക്ഷെ ഇതിനെല്ലാം വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ പണമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ ഏതാണ് ആദ്യം, അല്ലെ ഏതിനാണ് പ്രയോറിറ്റി കൂടുതലെന്ന് നമ്മൾ ചിന്തിച്ചു. തോക്ക് വേണോ, ബോംബ് വേണോ, അതോ ഫുഡ് വേണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫുഡ് വേണം, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. അതൊരു പ്രോബ്ലമാണ്. ഫുഡ് വേണോ, തോക്ക് വേണോ? അതൊരു പ്രോബ്ലമാണ്. അതെവിടെ പറഞ്ഞ വാട്ട് ടു പ്രൊഡ്യൂസ്. ഫുഡ് വേണം, തോക്ക് വേണം, ഏതാ ഉൽപ്പാദിപ്പിക്കേണ്ടത്, അല്ലെ ഇറക്കുമതി ചെയ്യേണ്ടത്, ഏത് അളവിലാണ്, ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. ഫുഡ് വേണോ, തോക്ക് വേണോ? ഫുഡ് വേണം, നമ്മൾ തീരുമാനിക്കാത്ര എളുപ്പമല്ല. ഒരു വശത്ത് യുദ്ധം നടക്കുന്നു, അല്ലെങ്കിൽ ശത്രുക്കൾ ഒരു വശത്ത് ഉണ്ട്, മറുവശത്ത് പട്ടിണിയാണ്. നേരെ നമുക്ക് തോക്കും വേണം, ഫുഡും വേണം ശരിക്കും പറഞ്ഞാൽ. പക്ഷെ രണ്ടിനും വേണ്ടി ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ഫുഡ് ഉൽപ്പാദിപ്പിക്കാൻ ഇറക്കുമതി ചെയ്യാം, ബാക്കി പണം ഉപയോഗിച്ചിട്ട് തോക്കുകൾ അല്ലെ ഗണ്ണ് അല്ലെങ്കിൽ ടാങ്ക്സ് ഇറക്കുമതി ചെയ്യുകയോ പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യാം. ഒരു കോമ്പിനേഷൻ ഉപയോഗിക്കാം, കുറച്ച് തോക്ക് കുറച്ച് ഫുഡ്. ഒന്നെങ്കിൽ അതും, അല്ലെങ്കിലോ തോക്ക് മാത്രം, അത് പറ്റില്ല. ഫുഡ് മാത്രം, അത് വേണമെങ്കിൽ പറ്റും, പക്ഷെ ശത്രുക്കളുണ്ട്. അതാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. രണ്ടിന്റെ ഒരു ബ്ലെൻഡ് വേണം, മീൻസ് ഒരു മിക്സ് വേണോ? തോക്കിന്റെയും ബോംബിന്റെയും ഈക്വൽ ആയിട്ടുള്ള മിക്സ് മതിയോ? അതാണോ ഫുഡാണ് കൂടുതൽ, തോക്ക് കുറച്ച് മതിയോ? അത് തോക്ക് കൂടുതൽ വേണം, ഫുഡ് കുറച്ച് മതിയോ? ഇതിൽ ഏത് വേണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രോബ്ലം. അത് നമ്മൾ ഇന്ത്യയുടെ കേസ് വെച്ചിട്ട് എക്സാമ്പിൾ പറഞ്ഞത്. ഓരോ രാജ്യങ്ങളും അവരുടെ ലിമിറ്റഡ് ആയിട്ടുള്ള വരുമാനം ഉപയോഗിക്കുമ്പോഴത്തേക്കും അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഇതാണ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, അല്ലെ ഇറക്കുമതി ചെയ്യണം എന്നുള്ള പ്രശ്നം. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ഡൗട്ടാണ്, കണ്ടോ? വലിയൊരു ഡൗട്ടാണ്. രാജ്യങ്ങൾക്കൊന്നും ഈസിലി അതിന് ആൻസർ കണ്ടെത്താൻ പറ്റില്ല. എന്തിനാ പ്രയോറിറ്റി കൊടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയും ഫുഡാണ് പ്രയോറിറ്റി എന്ന് പറയും. പക്ഷെ ഇപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. കാരണം അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ ആഫ്രിക്കയിലോ രാജ്യങ്ങളിലെ നിങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. ആ രാജ്യങ്ങളിലെ ചെന്ന് നോക്കുവാണെങ്കിൽ അവിടുത്തെ സിനിമകളോ ഡോക്യുമെന്ററി കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടുത്തെ പട്ടിണി പാവങ്ങളായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ പോലും AK-47 അല്ലെങ്കിൽ കലാഷ്നിക്കോ ഒക്കെ കാണും. അവർക്ക് കഴിക്കാൻ ഭക്ഷ്യവസ്തുക്കൾ വളരെ കുറവായിരിക്കാം. എത്യോപ്യയിലെ
അല്ലെങ്കിൽ എറിത്രിയയിലെ കടൽ കൊള്ളക്കാരൊക്കെ ഉണ്ട്. അവരുടെ കയ്യിലൊക്കെ ധാരാളം തോക്കുകളും ബോംബുകളും കാണും. പക്ഷെ കഴിക്കാൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രശ്നമായിരിക്കും. അപ്പൊ അവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ച് ജീവിച്ചിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോക്ക് പ്രധാനമാണ്. ഒരുപക്ഷെ ഫുഡ് സെക്കൻഡറി ആയിരിക്കാം. അവരെ സംബന്ധിച്ച് ഫസ്റ്റ് അല്ലെ പ്രയോറിറ്റി എന്ന് പറയുന്നത് തോക്കിന് അവർ കൊടുക്കുന്നത്. അതൊരു പ്രശ്നമാണ്. ചില രാജ്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് അതിജീവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംസും മ്യൂണിഷൻസും മസ്റ്റാണ്. ഫുഡിനേക്കാളും പ്രയോറിറ്റി അവർ കൊടുക്കേണ്ടി വരുന്ന രാജ്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എറിത്രിയ അല്ലെങ്കിൽ എത്യോപ്യ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പോലത്തെ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇറാഖിലെ ജനങ്ങളൊക്കെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ തോക്കാണ്. അപ്പൊ അതൊരു പ്രോബ്ലമാണ്. ഇത് എന്ത് വേണം എന്നുള്ളത്, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, എന്തേരി അളവാണ് ഉത്പാദിപ്പിക്കേണ്ടതെന്നുള്ളത്. ഇതൊരു എക്കോണമിയുടെ റിസോഴ്സസ് അല്ലെ വരുമാനം കുറവായതുകൊണ്ട് അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. അതായത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ നമ്മുടെ കയ്യിലൊരു 10,000 രൂപയുണ്ട്. ലോട്ടറി അടിച്ചൊരു 10,000 രൂപ കിട്ടിയെന്ന് കരുതുക. നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാ? ബൈക്ക് മേടിക്കണമെന്ന് ആഗ്രഹം കാണും, ഡ്രസ്സ് മേടിക്കണമെന്ന് ആഗ്രഹം കാണും, യാത്ര പോകണമെന്ന് ആഗ്രഹം കാണും, ഫീസ് അടയ്ക്കണം എന്നുള്ള ചിന്ത കാണും, വീട്ടില് പേരൻസിനെ സഹായിക്കണം എന്നുള്ള ചിന്ത കാണും, മൊബൈൽ മേടിക്കണം എന്നുള്ള നമ്മുടെ ഒരു നീഡുണ്ട്. അങ്ങനെ ആവശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. ഒത്തിരി ആൾക്കാർക്ക് അത് വീട്ടിലെ ആൾക്കാർ പറയാം എനിക്ക് 10,000 രൂപ തന്നേരും ഞാൻ ബാങ്കിൽ ഇട്ടോളാം, അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി ആവശ്യങ്ങൾ കണ്ടേക്കാം. അപ്പൊ എന്ത് ചെയ്യും? ഈ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യും? ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? മൊബൈൽ മേടിക്കാം, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് മേടിക്കാം. സെക്കൻഡ് ഹാൻഡ് ബൈക്കിന് 10,000 രൂപയ്ക്ക് കിട്ടാൻ സാധ്യത കുറവാണ്, അത് വേറെ കാര്യം. എന്തായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളൊരു പ്രിഫറൻസ് കണ്ടുപിടിക്കും. ഒത്തിരി ആവശ്യങ്ങൾ അനവധിയാണ്, അൺലിമിറ്റഡ് വാൺസ് ഉണ്ട്. പക്ഷെ 10,000 രൂപയുള്ളൂ. അപ്പൊ നിങ്ങൾ പറയും മൊബൈൽ മേടിക്കാം, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് വേണ്ടി ചെലവഴിക്കാന്ന് പറയും. അപ്പൊ അവിടെ ഈ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം കുറവായത് കൊണ്ടാണ്. ഇഷ്ടംപോലെ ആഗ്രഹമുണ്ട്, പക്ഷെ പണം കുറവാണ്, പരിമിതമായ വിഭവമാണ്. ആ പണം കുറവായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി നിങ്ങൾ ചോയ്സ് വെക്കുന്നു. ഇന്ന കാര്യം ഫസ്റ്റ് ഇത് നടക്കട്ടെ എന്നുള്ളത്. അത് പ്രിഫറൻസാണ്, നിങ്ങളുടെ പ്രിഫറൻസാണ്. അപ്പൊ ഏത് കാര്യമാണ് ആദ്യം നടക്കേണ്ടത്? മൊബൈലാണോ വേണ്ടത്, അതോ ചിലപ്പോൾ വീട്ടിലെ ഫുഡ് ഐറ്റംസ് മേടിക്കാനായിരിക്കും. ഇതിൽ ഏതാ വേണ്ടതെന്നുള്ളത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പറയും മൊബൈൽ മേടിക്കാൻ തീരുമാനിക്കും. അല്ലെങ്കിൽ വീട്ടിൽ വേറെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പേരന്റ് പൈസ കൊടുത്തിട്ട് പറയും ഇതെടുത്തു, കടം വീട്ടിൽ വേണം പറയും. ഇതിൽ എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് ഇവിടുത്തെ സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ കേസിൽ അത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റിയേക്കാം, പക്ഷെ രാജ്യങ്ങളുടെ കേസിൽ അങ്ങനെയല്ല. അതാണ് ഫസ്റ്റ് പ്രോബ്ലം, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. സെക്കൻഡ് പ്രോബ്ലം, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളതാണ്. എങ്ങനെ ഉൽപ്പാദിപ്പിക്കും. മൂന്നാമത്തേത് ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ്. നമ്മൾ കാണാൻ പോകുന്ന ഡീറ്റെയിൽഡ് ആയിട്ട്. നമ്മൾ പറഞ്ഞ പോലെ വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഒരു എക്കോണമിയിൽ ഇഷ്ടംപോലെ ആവശ്യങ്ങളുണ്ട്. നീഡ്സ് ഓഫ് ആൻ എക്കോണമി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്തൊക്കെ ആവശ്യങ്ങൾ നോക്കുക, ആരോ ഇട്ടിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഓഫ് ഗ്രെയിൻസ്, വീറ്റ്, വെജിറ്റബിൾസ്, റൈസ്, അതായത് ഫുഡ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഒരു ജനന്റെ മുഴുവൻ തീറ്റി പോറ്റന്റ് ആയിട്ടുള്ള ഒരു രാജ്യത്തില് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യണം, ഒരു വലിയൊരു ആവശ്യമാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ച്. അപ്പൊ അതുപോലെ തന്നെ ആ എക്കോണമിയിലെ GDP അഥവാ ദേശീയ വരുമാനം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? മെഷീനറി പ്രൊഡ്യൂസ് ചെയ്യണം, യന്ത്രങ്ങളൊക്കെ, വാഹനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. റോഡുകൾ, ബ്രിഡ്ജസ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് ആ രാജ്യത്ത്. അതിനുവേണ്ടി പണം മുടക്കണം. അതുപോലെ വെപ്പൺസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെപ്പൺസ്, ഗൺ, ടാങ്ക്സ്, കാനൺസ്, മിസൈൽസ്, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യണം. അത് വലിയ ആവശ്യമാണ്. രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നതാണ്. അപ്പൊ അതുപോലെ പിന്നെ നോക്കുക, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂൾസ്, കോളേജസ്, ഹോസ്പിറ്റൽസ്, PHC, CHC, മെഡിക്കൽ കോളേജ്, ഇങ്ങനെയുള്ള ഹ്യൂമൻ ക്യാപിറ്റല് ഫോം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കണം. സ്കൂളുകൾ സ്ഥാപിക്കണം, കോളേജുകൾ സ്ഥാപിക്കണം, യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്, ആരോഗ്യ മേഖലയിൽ മെഡിക്കൽ കോളേജുകളുണ്ട്. ഇതിനെല്ലാം പണം വേണം. അപ്പൊ ആഹാരത്തിന് വേണ്ടി, വെപ്പൺസിന് വേണ്ടിയിട്ട്, മെഷീനറിക്ക് വേണ്ടിയിട്ട്, ഹ്യൂമൻ ക്യാപിറ്റലിന്, ഇങ്ങനെ അനവധി ആവശ്യങ്ങളാണ് ഒരു എക്കോണമിക്കുള്ളത്. പക്ഷെ ഇതിനെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള പണം
അല്ലെ ദേശീയ വരുമാനം ആ എക്കോണമിക്ക് ഉണ്ടാവണമെന്നില്ല, തീർച്ചയായിട്ടും ഉണ്ടാവില്ല. ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ആവശ്യങ്ങൾക്കെല്ലാം നിറവേറ്റാൻ, അല്ലെ ഒരേ സമയം ഈ ആവശ്യങ്ങളെല്ലാം ഒരു എക്കോണമിക്ക് നിറവേറ്റാൻ പറ്റില്ല, അല്ലെ ഒരു ഗവൺമെന്റ് നിറവേറ്റാൻ പറ്റില്ല. അപ്പൊ എക്കോണമി തീരുമാനിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് വേണോ തോക്ക് വേണോ, അതോ ഫുഡും തോക്കും ഈക്വൽ ആയിട്ട് വേണോ എന്നുള്ളതാണ്. അതാണ് ഇതിൽ ഏത് വേണം അല്ലെങ്കിൽ ഏത് കോമ്പിനേഷൻ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് ഫസ്റ്റ് സെൻട്രൽ പ്രോബ്ലം, വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ്. ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫുഡ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ഒരു രാജ്യത്തിലെ ആൾക്കാർക്ക് വേണ്ട ഫുഡെല്ലാം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തോക്കിന്റെ ഉൽപ്പാദനത്തിന് അതനുസരിച്ച് കുറവ് വരുത്തേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ വസ്തുക്കളും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ റിസോഴ്സസ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ അല്ലെങ്കിൽ അടുത്ത വസ്തുവിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറച്ചിട്ട് ഒന്നിന്റെ ഉൽപ്പാദനം കൂട്ടാൻ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ എഴുതിയിരിക്കുന്ന നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, if the economy decides to produce more unit of one good, it will have to produce lesser units of other goods. ഓക്കെ, അടുത്ത് നോക്കാം ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. ഇപ്പൊ രണ്ട് രീതിയിലുള്ള പ്രൊഡക്ഷൻ ടെക്നോളജീസ് ആണുള്ളത്. വൺ ഈസ് ലേബർ ഇന്റൻസീവ് ടെക്നിക് and other one is known as capital intensive technology. In labor intensive technique, more labor is used and less capital is also used. And in capital intensive technology, labor is less and more capital is used. കാരണങ്ങൾ ഉണ്ടായതിലേക്ക് നമുക്ക് വരാം. അപ്പൊ നോക്കുക, ഈ ലേബർ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ തൊഴിലാളി തീവ്ര സാങ്കേതിക വിദ്യ എന്ന മറ്റാണ് അതിന് പറയുക. അതായത് കൂടുതൽ തൊഴിലാളികളെ കുറച്ച് മൂലധനം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ നമുക്ക് നോക്കിയാൽ കാണാം. ഒരു നെൽവയലില് ആൾക്കാർ ഹാർവെസ്റ്റ് നടത്തുകയാണ്, നെല്ല് കൊയ്യുന്നതാണെന്ന് തോന്നുന്നു. അവിടെ ലേബേഴ്സിനെ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പൊ അവിടെ നോക്കുക, കൂടുതൽ ലേബർ ഉപയോഗിക്കുന്നത്. ക്യാപിറ്റൽ ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്. അവർ കൊയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സിക്കിൾ അരിവ എന്ന് പറയുന്ന, അല്ലെ അരിവാൾ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്ക് ലേബറും ക്യാപിറ്റലും ഉപയോഗിച്ചിട്ട് എന്തും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പിന്നെ കാണേണ്ട കാര്യം. അപ്പൊ നമുക്ക് ഇവിടെ ഇതൊരു ലേബർ ഇന്റൻസീവ് ടെക്നോളജിയാണ്. എന്ത് വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിനോ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ലേബർ ഇന്റൻസീവ് ടെക്നോളജി അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി യൂസ് ചെയ്തേ മതിയാവും. ലേബർ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ലേബേഴ്സും കുറച്ച് ക്യാപിറ്റൽ ഉപയോഗിച്ചു കൊണ്ടുള്ള സാങ്കേതിക വിദ്യയാണ്. ഇവിടെ നെൽകൃഷി നടത്താനും അത് നെല്ല് പ്രൊഡ്യൂസ് ചെയ്യാൻ, പാടി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, കൂടുതൽ ലേബറിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്യാപിറ്റൽ വളരെ കുറവാണ്. രണ്ടാമത്തെ പിക്ചർ നോക്കുക, അത് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി, കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നു എന്നുള്ളത്. കൂടുതൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പം ക്യാപിറ്റലിന്റെ എണ്ണമല്ല അവിടെ പ്രധാനം, മറിച്ച് അതിന്റെ അഡ്വാൻസ്മെന്റ്സ് ആണ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായിരിക്കാം, കൂടുതൽ ടെക്നോളജി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം, കുറച്ച് ലേബറാണ്. രണ്ടാമത്തെ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഒരു പാടം അവർ ഹാർവെസ്റ്റ് ചെയ്യുന്നു, അതിന് ഉപയോഗിക്കുന്നത് നോക്കുക, വലിയൊരു മെഷീനാണ്. ഒരു ഡ്രൈവറോ മറ്റോ മതി. ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ആള് ആ മെഷീൻ യൂസ് ചെയ്യുന്നു, അത് ഉപയോഗിച്ചിട്ട് ഇത്ര ഏക്കർ നെല്ല് മുഴുവൻ ഹാർവെസ്റ്റ് ചെയ്ത് കൊയ്ത് അല്ലെങ്കിൽ മെതിച്ച് എടുക്കുകയെന്ന് ഒരാൾ മതി, അല്ലെ രണ്ടുപേര് മതിയായിരിക്കും. പക്ഷെ മെഷീനോ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്, കൂടുതൽ പണം ആവശ്യമുണ്ട് ആ മെഷീൻ മേടിക്കാൻ. ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി നോക്കുക, കൂടുതൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ കൂടുതൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആവശ്യമുള്ള മെഷീൻസ് അവിടെ ഉപയോഗിക്കുന്നു, ലേബർ കുറവാണ്. ലേബർ ഇന്റൻസീവ് ടെക്നോളജി ആണെന്നെങ്കിലോ ലേബർ കൂടുതലാണ്, ക്യാപിറ്റൽ കുറവാണെന്നുള്ളതാണ്. ഇപ്പൊ സാധാരണഗതിയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ, റിച്ച് ആയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ സോക്കോൾഡ് ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ അവർ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി യൂസ് ചെയ്യുന്നത്. കാരണം ധാരാളം പണം അവരുടെ കൈവശമുണ്ട്. വിദേശ രാജ്യങ്ങളൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ള ബ്രിട്ടനോ ജർമ്മനിയോ അല്ലെ അമേരിക്കയോ ഫ്രാൻസിനെ പോലത്തെ രാജ്യങ്ങളൊക്കെ ദീർഘകാലം ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ കോളനികളായിട്ട് വെച്ചിട്ട് ധാരാളം പണം സമ്പാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, മെഷീൻസ് യൂസ് ചെയ്യാം, മെഷീൻസ് പ്രൊഡ്യൂസ് ചെയ്യാം, അത് ഉപയോഗിച്ചിട്ട് എക്കണോമിക് ആക്ടിവിറ്റികൾ നടപ്പിലാക്കാം.
കുറച്ച് ലേബർ ഉപയോഗിച്ചാൽ മതി. അവിടെ പോപ്പുലേഷൻ കുറവാണ്. അപ്പോൾ കുറഞ്ഞ പോപ്പുലേഷൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് ടെക്നോളജി അല്ലെങ്കിൽ മെഷീൻസ് കൂടുതൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. മെഷീൻസ് കൂടുതൽ ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം മുടക്കണം. മൂലധനം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം പണം മുടക്കണം. അവരുടെ കയ്യിൽ അതുണ്ട്. സ്വാഭാവികമായിട്ട് അവിടെ പോപ്പുലേഷൻ കുറവാണ്, പണം ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് അവർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി യൂസ് ചെയ്യുന്നു. അതേസമയം സോ കോൾഡ് ലെസ് ഡെവലപ്ഡ് കൺട്രീസ്, അതായത് ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെ ഇന്ത്യ അല്ലെങ്കിൽ ഏഷ്യയിലെയോ ഒക്കെ രാജ്യങ്ങളൊക്കെ, ഇന്ത്യ അല്ലെങ്കിൽ ബംഗ്ലാദേശോ ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ കൂടുതൽ ലേബറാണ് യൂസ് ചെയ്യുക. കാരണം ധാരാളം പോപ്പുലേഷൻ ജനസംഖ്യ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ വേജ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. മൂലധനം അഥവാ ക്യാപിറ്റൽ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇറക്കുമതി ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. പ്രൊഡക്ഷൻ കുറവായിരിക്കും, കൂടുതൽ പണം ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഇപ്പം അത് കാര്യങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പം വികസ്വര രാജ്യങ്ങൾ അല്ലെങ്കിൽ ലെസ് ഡെവലപ്ഡ് കൺട്രീസ് സാധാരണഗതിയിൽ ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി ആയിരിക്കും യൂസ് ചെയ്യുക. വികസിത രാജ്യങ്ങൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി ആയിരിക്കും യൂസ് ചെയ്യുക. ആ സിംപ്ലിറ്റിക്കാണ് വരുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് വലിയൊരു പ്രശ്നമാണത്. ഒരു രാജ്യം ഫുഡ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അവർക്ക് പല ആവശ്യങ്ങളുണ്ട്. വെപ്പൺസ്, അല്ലെങ്കിൽ മെഷീനറി, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ അവർ പ്രയോറിറ്റി ഫുഡിന് കൊടുക്കുന്നത് കരുതുക. ഇതിന് എന്ത് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. വാട്ട് ടു പ്രൊഡ്യൂസ് നമ്മൾ നേരത്തെ കണ്ടു. ഫുഡ് ഉണ്ടാക്കണം തീരുമാനിച്ചെന്ന് കരുതുക. സെക്കൻഡ് പ്രോബ്ലം വന്നു, എന്താണ്, ഏത് ടെക്നോളജി ഉപയോഗിക്കണം എന്നുള്ളത്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കും, മീൻസ് ഹൗ ടു പ്രൊഡ്യൂസ്. രണ്ടാമത്തെ പ്രോബ്ലം, ഫുഡ് ഉണ്ടാക്കണം തീരുമാനിച്ചു, അല്ലെങ്കിൽ ഗ്രെയിൻസ്, റൈസോ വീറ്റോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. തോക്കും ബോംബും വേണ്ടെന്ന് വെച്ച് കരുതുക. ഈ ഫുഡ് എങ്ങനെ ഉണ്ടാക്കും? ഗ്രെയിൻസും അല്ലെങ്കിൽ ബാർലിയോ വീറ്റോ റൈസോ എങ്ങനെ ഉണ്ടാക്കും? എന്ത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം എന്നുള്ള രണ്ടാമത്തെ പ്രോബ്ലം. തീരുമാനിക്കരുത്. ഇന്ത്യ തീരുമാനിച്ചു നമുക്ക് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി മതി, കാരണം ഇവിടെ ഇഷ്ടംപോലെ പോപ്പുലേഷൻ ഉണ്ട്, ജനങ്ങളുണ്ട്, അവർക്ക് തൊഴിലില്ല. അതേസമയം നമ്മുടെ ഈ പണം കുറവായതുകൊണ്ട് തന്നെ മൂലധനം നമുക്ക് മേടിക്കുന്നതിന് പ്രശ്നങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചെന്ന് കരുതുക ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി മതി, ഈസിലി അവൈലബിൾ ആണല്ലോ, തീരുമാനിച്ചെന്ന് കരുതുക. മൂന്നാമത്തെ പ്രശ്നം അപ്പോൾ ഇതാണ്, ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ച ഫുഡ് ഗ്രെയിൻസ് അല്ലെങ്കിൽ വസ്തുക്കൾ ഇതാർക്ക് വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കുന്നുള്ള, മീൻസ് ഇതാർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ള. അപ്പൊ നിങ്ങളവർക്ക് ജനങ്ങൾക്ക് കൊടുത്താൽ മതിയല്ലോ അല്ലേ? അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ പാവപ്പെട്ട ഒരു രാജ്യത്താണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ഓക്കെ, ഉൽപ്പാദിപ്പിച്ച ഫുഡ് ഐറ്റംസ് ജനങ്ങൾക്ക് കൊടുക്കാം, അത് ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് അവർ കഴിക്കും. പക്ഷെ മറ്റ് ചില രാജ്യങ്ങളിൽ ഫുഡ് ആയിരിക്കില്ല ആവശ്യം. ചിലപ്പോൾ അവർക്ക് ആവശ്യം ലക്ഷൂറീസ് ആയിട്ടുള്ള ഗുഡ്സ് ആയിരിക്കാം. കാരണം റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർ ലക്ഷൂറീസ് ആയിട്ടുള്ള ഗുഡ്സിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക. അവർക്ക് വേണ്ടത് ലക്ഷൂറീസ് ആയിട്ടുള്ള വാഹനങ്ങളോ വീടുകളോ അല്ല അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലാണ് ഫുഡ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഓക്കെ, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഫുഡ് ആവശ്യമാണ്. കാരണം പാവപ്പെട്ട ജനങ്ങൾ എവിടെയുള്ള നമുക്കറിയാം, എല്ലാവർക്കും ആവശ്യമുള്ളതാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഓരോ രാജ്യത്തിലും ചില രാജ്യങ്ങൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് കരുതുക. റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രയോറിറ്റി, ഇന്ത്യയിൽ തന്നെ ധാരാളം റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പൊ നമുക്കുണ്ടെന്നറിയാം. നമ്മൾ അരി അല്ലെങ്കിൽ ഗോതമ്പ് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിലോ അവർ പറയും ഞങ്ങൾക്ക് ആവശ്യമുള്ള വാഹനം ജാഗ്വാർ ഇവിടെ കിട്ടുന്നില്ല, അതാവശ്യമാണ്. അല്ലെങ്കിൽ ആപ്പിളിന്റെ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അവൈലബിൾ അല്ല, ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അവർക്കപ്പോൾ ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരാണോ ആ രാജ്യത്തുള്ളത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രോബ്ലം. അപ്പൊ മറ്റൊരു എക്സാമ്പിൾ വെച്ച് കൂടുതൽ വ്യക്തമായിട്ട് പറയും. ഇന്ത്യ തോക്ക് ബോംബും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കരുതുക. എന്തായിരിക്കും പ്രശ്നം? നമുക്കത് ആവശ്യമില്ലെങ്കിലും. എന്താണ് പറയുന്നത്, എന്ത് വസ്തു ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് തീരുമാനിക്കുന്ന സമയത്ത് അതുകൊണ്ട് ആ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവൂ എന്നുള്ളതുകൂടി ചിന്തിക്കേണ്ടതാണ്. അത് അവർക്ക് ആവശ്യമാണോ അല്ലയോ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, എങ്ങനെയുള്ള ജനങ്ങളാണ് ആ രാജ്യത്തുള്ളത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ടേ ആ വസ്തു ഉൽപ്പാദിപ്പിക്കാൻ പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. Who gets how much of the goods that are produced in the economy?
അതായത് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ആർക്കാണ് ലഭ്യമാക്കുന്നത് എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എത്ര അളവിലാണ് ലഭ്യമാക്കുന്നുള്ളത്. ഹൗ ഷുഡ് ദ പ്രൊഡ്യൂസ് ഓഫ് ദ എക്കോണമി ബി ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ ഇൻഡിവിജ്വൽസ് ഇൻ ദ എക്കോണമി. അതായത് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് പ്രോബ്ലമാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച ഭക്ഷ്യവസ്തുക്കൾ എല്ലാം തന്നെ ചില ആൾക്കാരുടെ കൈവശം മാത്രം പോയാൽ പോരാ എന്നുള്ളതാണ്. Who gets more and who gets less? Whether or not to ensure a minimum amount of consumption for everyone in the economy, whether or not elementary education and basic health services should be available freely for everyone in the economy. അപ്പോൾ ഇത്ര നിങ്ങൾ ഓർത്തിരിക്കുക. ഇക്കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കാൻ ശേഷിയുള്ള ആൾക്കാരാണോ ആ രാജ്യത്തുള്ളത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഉൽപ്പാദിപ്പിക്കുന്നതിന് മുൻപ്. ഇപ്പൊ ഇന്ത്യ തോക്കുകളും ബോംബുകളും മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന കരുതുക, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗുഡ്സ് മാത്രം നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കരുതുക. പക്ഷെ ഇവിടുത്തെ പട്ടിണിപ്പാവങ്ങൾക്ക് അത് ഉപയോഗിക്കാനുള്ള അല്ലെ മേടിക്കാനുള്ള പണമില്ലെങ്കിലോ. അതാണ് നമ്മൾ പറഞ്ഞത്. ഇത് ആർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഓരോ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് മുൻപ് തന്നെ എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നതോടൊപ്പം തന്നെ ഇത് ജനങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണോ, അവർക്ക് ഈ ഉൽപ്പന്നം മേടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതാണ്. ഒരു രാജ്യത്ത് ധാരാളം ജനങ്ങൾ കണ്ടേക്കാന്നല്ല കാണും. എല്ലാവർക്കും പല പല ആവശ്യമായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പൊ നമ്മൾ ഫുഡ് മാത്രം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് മാത്രം പോരായിരിക്കാം. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇത്രമാത്രം നിങ്ങൾ ഓർക്കുക, ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു മേടിക്കാൻ ശേഷിയുള്ള അല്ലെ ആവശ്യമുള്ള ജനങ്ങളാണോ ആ രാജ്യത്തുള്ളത് എന്നുള്ളതാണ് ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് അതുകൂടെ കണക്കിലെടുക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു പോർഷൻസ്, ഇപ്പൊ നമ്മൾ എടുത്ത ഒരു പോർഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് കാണാനുള്ളത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. ഉടനെ തന്നെ അതിന്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ഈ ചാപ്റ്റർ അല്ലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഈ ആഴ്ച തന്നെ തീർക്കും. അടുത്ത ആഴ്ച സെക്കൻഡ് ചാപ്റ്റർ തീർക്കും. ഓരോ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ചാപ്റ്റർ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് തരുന്നതായിരിക്കും. നിങ്ങൾ നോട്ടുകൾ എഴുതണം. നോട്ടുകൾ എഴുതി എനിക്ക് അയച്ചു തരണം. ഞാനത് ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ക്ലാസ്സുകൾ ബ്രേക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ പോകും. കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. ഒരു കാര്യങ്ങൾ ഓർമ്മ വെക്കുക, നിങ്ങളുടെ പേരൻസിന്റെ സൈൻ ഇട്ടിട്ടായിരിക്കണം നിങ്ങളുടെ നോട്ട്ബുക്കുകളുടെ ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിത് വായിച്ച് മനസ്സിലാക്കണം. സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് വോയിസ് ക്ലിപ്പ് അയക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ ഇടാൻ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾ ഡൗട്ടുകൾ വോയിസ് ക്ലിപ്പുകൾ വാട്സാപ്പിൽ കൂടെ അയച്ചു കഴിഞ്ഞാൽ മറുപടി കൃത്യമായിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.